വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാട്ടോ ഇത്. നമ്മൾ ഫലാഫിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓയിൽ ഫ്രൈ ചെയ്യുന്നതും പിന്നെ റൊട്ടിയിൽ കുറച്ച് മൈദ ഉപയോഗിക്കുന്നതും ഒഴിച്ചാൽ ബാക്കി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റൊട്ടി റെഡിയാക്കി എടുക്കാം. റൊട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കുക, ഒരു കഷ്ണം ബട്ടർ എടുക്കുക, പിന്നെ പാല് വേണം, കുറച്ച് ഉപ്പ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ മാവ്. നമ്മൾ പ്രത്യേകിച്ച് ബട്ടറും പാലും എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ചുട്ടെടുത്ത് കഴിഞ്ഞാൽ തണിഞ്ഞാലൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഓരോ റൊട്ടികളായിട്ട് ചുട്ടെടുക്കാം. ഈ റൊട്ടി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് കാസ്ട്രോളിൽ അങ്ങനത്തെ ടൈപ്പ് പാത്രത്തിൽ ഇടാണ്ട് ഒരു നല്ല വൈറ്റ് കോട്ടൺ ക്ലോത്തിൽ ഇട്ട് വെച്ചാൽ മതി റൊട്ടി ചുട്ട് കഴിഞ്ഞാൽ. അപ്പോൾ റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫലാഫിൽ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ച വെള്ളക്കടലയും ഗ്രീൻ പീസും ആട്ടാ. അതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, മല്ലിയിലേനേക്കാളും കുറച്ച് കുറവ് പുതിനയിലാണ് വേണ്ടത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് പച്ചമുളക്, ഉപ്പ്, പിന്നെ ഇത് കായ്മുളകും ചെറിയ ജീരകവും മല്ലിക്കുരും കൂടി ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് കസൂരി മേത്തി, ഒരു ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ, ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോ ഫലാഫിലായിട്ട് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഓവൽ ഷേപ്പിലാണ് ചെയ്തത്. ഇനി അത് നല്ലോണം ഫ്രൈ ആയ ശേഷം വറുത്ത് കോരി മാറ്റി വെക്കുക. പച്ചക്കടല ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കുക്കാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൽ സ്പ്രെഡിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹമ്മൂസിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്തിട്ട് ആണ് സ്പ്രെഡിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം കസിൻ്റെ ലീഫും ഒരു ചെറിയൊരു പീസ് കുക്കുംബറും വെച്ചിട്ട് അതിൽ വേണമെങ്കിൽ ടൊമാറ്റോ അല്ലെങ്കിൽ ഉള്ളി, ക്യാബേജ്, ക്യാരറ്റൊക്കെ വെക്കാം. അതിൻ്റെ മേലെ 2 പീസ് ഫലാഫിലും കൂടെ വെച്ച് കുറച്ചുകൂടെ ഹമ്മൂസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ചിക്കനും ബീഫും മീറ്റൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കിയപ്പോൾ. ഇനിയിപ്പോൾ ഹമ്മൂസ് ഇഷ്ടമില്ലാത്തവർക്ക് മയോണൈസ് ആഡ് ചെയ്യാം. ഹമ്മൂസിൽ നല്ല സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തപ്പോൾ നല്ലൊരു വേറൊരു ഫ്ലേവർ വന്നിന് കേട്ടോ.